ഹലോ, വെൽക്കം ടു കൈതപ്പൊളി ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് എടത്തുരുത്തി പടിഞ്ഞാറ് ഭാഗത്തുള്ള കോൾപ്പാടത്താണ്. കൃഷിയൊന്നും ഇല്ല ഇവിടെ, പുല്ലൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ്. അയറ്റം വരെ നീണ്ടു നേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഈ പോത്തിനെ വളർത്തുന്നവർക്കൊക്കെ സുഖമാണ്. ഇവിടെ കൊണ്ടൊന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഐറ്റങ്ങൾ പുല്ലൊക്കെ തിന്ന് ഉഷാറായിക്കോളും. പിന്നെ വൈകിട്ട് വന്നിട്ട് കാടിവെള്ളം എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. എങ്ങനെയുണ്ട് നമ്മളെ സ്ഥലം? വളരെ അതിമനോഹരല്ലേ? അതിസുന്ദരമായ സ്ഥലമാണ്. ഇവിടെ നിന്ന് ചന്ദ്രാപ്പിന്നി കൂട്ടാലപ്പറമ്പ് വരെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന പാടാണ്. ഈ പാടത്തിൻ്റെ മനോഹരിത വർണ്ണിക്കാൻ കഴിയാത്തതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു നേരം പോക്കിന് ഫോട്ടോ എടുക്കാനോ ഫോട്ടോഷൂട്ട് ചെയ്യാനോ എല്ലാത്തിനും ആളുകൾ വരുന്ന സ്ഥലമാണിത്. എല്ലാവരും വന്ന് ഫോട്ടോ എടുത്ത് പോകാറുണ്ട്. ഇവിടെ നിന്ന് ഇപ്പം അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല ചെളീന്, അത് കാരണമാണ് ഈ വെള്ളത്തിൽ. അതെ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ട, ഏറ്റവും വരെ ഇങ്ങനെ നിൽക്കണം. കണ്ട, ഏറ്റവും വരെ നിൽക്കുന്ന സ്ഥലമാണ്. ആദ്യം നെൽകൃഷിയൊക്കെ ഉണ്ടായ സ്ഥലമാണ്. നെൽകൃഷി ചെയ്യാറില്ല ഇപ്പോൾ. അവിടെ ഒരു 5-6 കോളനി മാതിരി 5-6 വീടുകളുണ്ട്. അത് മഴ ആയി കഴിഞ്ഞാൽ ഒക്കെ സ്കൂളിൽ നല്ല മഴയൊക്കെ സ്കൂളിൽ പോവും, വെള്ളം കയറും. അതാണ് ഇവിടെ. എന്തായാലും ബ്യൂട്ടിഫുള്ളായ ഒരു സ്ഥലമാണ്. നേരം പോക്കിനല്ല ഇവിടെ വന്ന് ഇവിടെ ഇപ്പോൾ നമ്മുടെ പറമ്പിൽ പിള്ളേർക്ക് ഫുട്ബോൾ കളിക്കുക, അത് വെള്ളം കയറാത്ത സ്ഥലമാണ്. ഒക്കെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് പിള്ളേർക്ക് ഫുട്ബോൾ കളിക്കാനായിട്ട്. ഇത് നമ്മുടെ കൊടപ്പുളി മരം. പ്രാവശ്യം കൊടപ്പുളിമ കുറച്ചേ ഉള്ളൂ കൊടപ്പുളി, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഉണ്ടാകുന്നതാണ്. ഈ പ്രാവശ്യം കുറച്ചുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇന്ന് നല്ല മഴയായിരുന്നു. വളരെ 3-4 ദിവസം നല്ല വെയിലിന് ശേഷം ഇന്ന് നല്ല മഴയായിരുന്നു. പിന്നെ കനത്ത യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനെ അമേരിക്ക ശക്തമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ശക്തമായ തിരിച്ചടി ബഹ്റൈനിലേക്കും കുവൈത്തിലേക്കും ഇറാൻ നൽകുന്നുണ്ട്. ശക്തമായ തിരിച്ചടി മിസൈലുകളാണ് ഇറാൻ വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പശ്ചിമേഷ്യ വീണ്ടും അശാന്തിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഇന്നത്തെ റിപ്പോർട്ട് പ്രകാരം കണ്ടുവരുന്നത്. ഒരു സമാധാനത്തിൽ ഇരുന്നിരുന്നതാണ് യുദ്ധമൊക്കെ അവസാനിച്ചിട്ട്. കുട്ടികളെല്ലാം വെക്കേഷൻ കഴിഞ്ഞ് വരാൻ, ടിക്കറ്റിന് കാശ് കുറഞ്ഞ് വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഈ യുദ്ധം അമേരിക്ക എന്ന പിശാച് തുടങ്ങി വെച്ചത്. അപ്പോൾ എന്തായാലും ഇറാൻ വിട്ടുകൊടുക്കില്ല. അവിടെ നാളാണ് ഖമേനിയുടെ ശവസംസ്കാരം, വ്യാഴാഴ്ച. ഇപ്പോൾ വിലാപയാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ താപ്പ് നോക്കിയിട്ടാണ് ഇവർ യുദ്ധം തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമല്ല. അവരിപ്പോഴും IRGC ശക്തമായി അമേരിക്കൻ ബേസുകൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. അവർക്കും ഭയങ്കര നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് അവസാനിക്കട്ടെ. ഇതാണ് മനോഹരമായ നമ്മുടെ സ്ഥലം. അപ്പോൾ വന്ന് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.